വിഷ്ണുട്ട, ഈ പാലങ്ങട് കുടിച്ചോ. അമ്മാളിനെടുത്തതാ, അവൾക്ക് ഇഷ്ടമല്ലാന്നേ. ഞാനതറിഞ്ഞില്ല. അവരത് പറഞ്ഞുകൊണ്ട് അവന് കൊടുത്തു. മോളെ, ശേഖരൻ തമ്പി വിളിച്ചതും അമ്മാളു മുഖമുയർത്തി നോക്കി. അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളായിരുന്നു? ഇവിടൊക്കെ ഇഷ്ടമായോ കുട്ടിക്ക്? വാത്സല്യത്തോടെ അയാൾ ചോദിച്ചു. അവൾ തലകുലുക്കി. അത് കണ്ടതും വിഷ്ണു കലിപ്പിൽ മുഖം തിരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ആകെക്കൂടി എല്ലാവരും ഉള്ളതുകൊണ്ട് ബഹളവും ശബ്ദവും ഒക്കെയാണ്. ഇല്ലത്തെ മുഖപുദ്ര നിശബ്ദതയാണെങ്കിൽ ഇവിടെ അത് നേരെ തിരിച്ചാണെന്ന് അമ്മാള് ഓർത്തു. ഈ കുട്ടിയെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. തീരെ മുഴുപ്പില്ലല്ലോ പ്രഭേ. അവനാണെങ്കിൽ എന്തൊരു മിടുക്കനാ. ഇത് ഈയാമ്പാറ്റെ പോലെ ഒരെണ്ണം. നോക്കിയും കണ്ടുമൊക്കെ വേണ്ടേ കല്യാണം ആലോചിക്കേണ്ടത്. ഷോ, ആ പഠിക്കലെ ഭവാനി കുഞ്ഞമ്മയുടെ കൊച്ചുമോള് ഡോക്ടറായിരുന്നു. എത്ര വട്ടം ഞാൻ പറഞ്ഞതാ, ആരും കേട്ടില്ല. ശേഖരൻ തമ്മിയുടെ ഇളയ സഹോദരിയായ ഷീലാമ്മയാണ്. അവർക്കാർക്കും അമ്മാളുവിനെ അത്രയ്ക്ക് പിടിച്ചില്ല. അതാണ് ഈ പറച്ചിൽ. അമ്മയുടെ അടുത്തേക്ക് വന്ന അമ്മാളു അവർ പറയുന്നതെല്ലാം വ്യക്തമായി കേട്ടുകൊണ്ട് വാതിൽപ്പടിയിൽ തറഞ്ഞു നിന്നു. മാളു ചേച്ചി, ഒരു വിളി കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഋഷിക്കുട്ടനാണ്. പിന്നിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അവൻ്റെ വരവ്. അടുക്കളയിൽ നിന്നും കേട്ട സംസാരവും ഒപ്പം വിഷ്ണുവേട്ടൻ്റെ കളിയാക്കലും ഒക്കെ കൂടിയായപ്പോൾ നെഞ്ചിലൊരു വേദനയായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നും വെറുതെ വെളിയിലേക്ക് ഇറങ്ങി വന്നതാണ്. അവിടെ ഇവിടെയായി ഓരോരോ ആളുകളൊക്കെ നിന്ന് തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അകത്തേക്ക് പിൻവലിഞ്ഞു. ആ നേരത്താണ് ഋഷിക്കുട്ടൻ അരികിലേക്ക് വന്നത്. ഇതാ ചേച്ചി, ഇതെടുത്തോ. അവൻ പിറകിലേക്ക് വളച്ചു വെച്ചിരുന്ന തൻ്റെ വലം കൈയെടുത്ത് മുന്നിലേക്ക് നീട്ടി. ഒരു ഡയറി മിൽക്ക് സിൽക്കിൻ്റെ പാക്കറ്റായിരുന്നു അത്. എനിക്ക് വേണ്ടെന്നേ, മോൻ കഴിച്ചോളൂ കേട്ടോ. അവൾ വാത്സല്യത്തോടെ അവൻ്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. കുഴപ്പമില്ല ചേച്ചി, ഞാൻ 2 എണ്ണം കഴിച്ചതാ, ഇതെടുത്തോ. അവൻ പിന്നെയും നിർബന്ധിച്ചു. അപ്പോഴേക്കും മിച്ചുവും ആരുവും ഒക്കെ എത്തി. പിന്നെ എല്ലാവരും കൂടി അത് പങ്കിട്ട് കഴിച്ചു. മാളിച്ചേച്ചിയെ അവർക്കൊക്കെ വല്ലാതെ ഇഷ്ടമായി. ആരുവും അമ്മാളുവും തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആരു 10ലാണ് പഠിക്കുന്നത്. എങ്കിലും അവൾക്കിപ്പോൾ 15 വയസ്സായി. അമ്മാളുവിനാണെങ്കിൽ 19 കഴിഞ്ഞതേ ഉള്ളൂ താനും. പക്ഷേ ഒറ്റ നോട്ടത്തിൽ അമ്മാളുവിനെ കണ്ടാൽ തീരെ ചെറിയ കുട്ടിയാണെന്നേ തോന്നുകയുള്ളൂ. അതായിരുന്നു അവിടുത്തെ പ്രധാന ചർച്ചയും. വിഷ്ണുവിനാണെങ്കിൽ 30 വയസ്സായി. അമ്മാളു ആയിട്ട് 11 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അവളാണെങ്കിൽ ഡിഗ്രി ചെയ്യുന്നതേ ഉള്ളൂ താനും. കംപ്ലീറ്റ് ആക്കണമെന്നെങ്കിലും ഇനിയും 7 മാസം കൂടിയുണ്ട്. കുട്ടികളുമായിട്ട് അമ്മാള് മുറ്റത്തിൻ്റെ പിന്നിലൂടെ നടന്നു. വലിയൊരു മൂവാണ്ടൻ മാവിൽ ഒരു ഊഞ്ഞാൽ. അതായിരുന്നു അവളുടെ മിഴികളിൽ ആദ്യം ഉടക്കിയത്. ആഹാ, ഊഞ്ഞാൽ കൊള്ളാലോ. അച്ചാച്ചൻ ഒരു ചേട്ടനെ കൊണ്ട് കെട്ടിച്ചു തന്നതാ. ഇനി 1 മാസം കൂടി കഴിഞ്ഞാൽ ഓണമല്ലേ ചേച്ചി? മിച്ചു പറഞ്ഞു. അടിപൊളിയാണ്. ഇല്ലത്ത് പിന്നെ ഈ വക ഏർപ്പാടൊന്നുമില്ല. ചെറുപ്പത്തിലെ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയി ആടിയിട്ടുണ്ട്. അമ്മാളു ചെന്ന് ഊഞ്ഞാലിൽ വിരലോടിച്ചു. ചേച്ചി കയറിയിരുന്നോ, ഞങ്ങൾ ആടിക്കാം, ആരു പറഞ്ഞു. അയ്യോ വേണ്ട, ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ. അതിനെന്താ ചേച്ചി, ഇരുന്നോളൂ. മിച്ചുവും ആരുവും നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ അമ്മാളു ഒന്ന് കയറിയിരുന്നു. ഈ കോലേ കയറി പെണ്ണിനെ കൊണ്ട് തോറ്റു. പിള്ളേരെ മാറിപ്പോയേ വേഗം. ഷീലാമ്മയാണ്. അവർക്കാണെങ്കിൽ അമ്മാളുവിനെ കണ്ടപ്പോൾ മുതൽക്കേ വല്ലാത്ത ദേഷ്യവും. അമ്മാളു ചാടിയിറങ്ങിയതും പെട്ടെന്ന് ഇത്തിരി വേച്ചുപോയി. അടക്കോ ഒതുക്കോ ഒന്നും ഇല്ലാതെയാണ് പെണ്ണെ നിന്നെ വളർത്തിയത്. വലതുകാല് വെച്ച് കയറിയിട്ട് എന്നാ നേരമായി നോക്കി. ദേ ഇപ്പോൾ ഊഞ്ഞാലാടുന്നു. അവർ വഴക്ക് പറഞ്ഞതും അമ്മാളു കുട്ടികളുടെ പിന്നാലെ നടന്നു. എൻ്റെ പ്രഭേ, ഇതൊക്കെ കുറച്ച് കഷ്ടമാണ് കേട്ടോ. വെറുതെ നാട്ടുകാരെയും കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ. ഏതിലത്തെ പെണ്ണാണെങ്കിലും ശരി, ഇങ്ങനെയുണ്ടോ? വിഷ്ണുവിനോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭ. ആ നേരത്താണ് ഷീല അവരുടെ അടുത്തേക്ക് വന്നത്. എന്താ ചേച്ചി, എന്തു പറ്റി? ഓഹ്, ഒന്നും പറയണ്ട, നിന്റെ മരുമകൾ ആ മാവിൻ്റെ കൊമ്പത്തുണ്ട് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു. ചുമ്മാ പറയുക, ചേച്ചി ഒന്ന് ഊഞ്ഞാലിരുത്തി ഞങ്ങൾ ആടിച്ചു, അതിനാണ് ഈ വായി വന്നതെല്ലാം വിളിച്ചു പോകുന്നത്. ഋഷിക്കൂട്ടനാണെങ്കിൽ ദേഷ്യത്തിൽ ഷീലാമ്മ പോകുന്നത് നോക്കി പല്ലും ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണും നിറച്ച് കയറി വരുന്ന അമ്മാളുവിനെ കണ്ടതും പ്രഭ ഓടിച്ചെന്ന് അവളെ ചേർത്തണച്ചു. സാരല്ലേ മോളെ, ഷീലാമ്മ ഒരു പ്രത്യേക ടൈപ്പാ. എന്നതാ പറയേണ്ടതെന്നൊരു ഊഹവുമില്ല, വിട്ടുകള. അത് കേട്ടതും അമ്മാളു വെറുതെ തലകുലുക്കി. നിനക്ക് ആ റൂമിലെങ്ങാനും പോയിരുന്നൂടെ, വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ. വിഷ്ണു അവളെ നോക്കി പല്ല് ഞെരിച്ചു. ചെല്ലും മോളെ, വിഷ്ണുട്ടിൻ്റെ ഒപ്പം പോയിക്കോ. മോനെ, ഈ കുട്ടിയെ കൂടെ കൊണ്ടുപോകും. ഇനി അടുത്ത കുറ്റം എന്നതാണോ എല്ലാവരും കൂടി കണ്ടുപിടിക്കുന്നത്. പ്രഭ ആരോടൊന്നില്ലാതെ പറഞ്ഞു. മാളി ചേച്ചി, ഞങ്ങളെ ഒപ്പം പോരെ, വായോ. മിച്ചു അവളുടെ കയ്യിൽ കയറി പിടിച്ചു.
വേണ്ട, ഞാൻ റൂമിലേക്ക് പൊക്കോളാം, നിങ്ങൾ ചെല്ല്. പേടിയോടെ അവൾ വിഷ്ണുവിൻ്റെ പിന്നാലെ പോകുന്നത് നോക്കി കുട്ടികൾ വിഷമിച്ചു നിന്നു. ഇവിടെ ഇരുന്നോണം, അനങ്ങിപ്പോയേക്കരുത്, കേട്ടല്ല പറഞ്ഞത്. മുറിയിലെത്തിയ പാടെ വിഷ്ണു അലറിയതും അമ്മാളും ഞെട്ടി വിറച്ചു. നിനക്ക് കേട്ടുകൂടെ? പിന്നെന്താ മറുപടി പറഞ്ഞാൽ? കേട്ടു, ഇവിടെ ഇരുന്നോളാം. മുഖത്തു നോക്കി പറയടി. അവൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ഇവിടെ ഇരുന്നോളാം വിഷ്ണു ഏട്ടാ. അത് പറയുകയും പാവം പെണ്ണിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. അതൊന്നും കണ്ടതായി ഭാവിക്കാതെ വിഷ്ണു ബെഡിൽ വന്നിരുന്നു. വാട്സപ്പിൽ കുട്ടികൾ ആരോ അയച്ചു തന്ന വിവാഹ ഫോട്ടോ നോക്കുകയാണ് വിഷ്ണു. തൻ്റെ കൈമുട്ടിൻ്റെ ഒപ്പത്തേക്കാൾ കുറച്ചുകൂടി പൊക്കമുള്ളൂ അമ്മാളുവിന് എന്നവൻ ഓർത്തു. പേടിച്ചു വിറച്ചാണ് അരികിൽ നിൽക്കുന്നത് എന്ന ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും. അത് കണ്ടതും വിഷ്ണുവിനെ വിറഞ്ഞു കയറി. ഈ ജാതകദോഷം എന്നുള്ളതൊക്കെ ശുദ്ധ തട്ടിപ്പാ. ഇതുപോലെ കുറേ ആളുകൾ വിശ്വസിക്കും, എന്നിട്ട് മക്കളുടെ ജീവിതം വെറുതെ കളയും. കണ്ടില്ലേ അവസ്ഥ? വിഷ്ണുവിന് എത്ര വട്ടം പറഞ്ഞതാ നിന്നോട് ഈ ബന്ധം വേണ്ടെന്ന്? കേട്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഒടുക്കം കണ്ടില്ലേ? എല്ലാവർക്കും കഴിക്കുവാനുള്ള അത്താഴമെടുത്ത് മേശമേൽ നിരത്തി വെക്കുകയാണ് പ്രഭയും മീരയും ഒക്കെ ചേർന്ന്. അവിടെ സെറ്റിയിലിരിക്കുന്ന ശേഖരനെ നോക്കി കുറ്റപ്പെടുത്തുകയാണ് ഷീല. അത് കേട്ടുകൊണ്ട് വിഷ്ണുവിൻ്റെ പിന്നാലെ ഇറങ്ങി വരികയായിരുന്നു അമ്മാളു. ഷീല എന്തൊക്കെ പറഞ്ഞാലും ആ കുടുംബത്തിൽ ആരും എതിർത്തൊന്നും പറയില്ല. പ്രഭയ്ക്കും മറ്റും ഇപ്പോഴും പേടിയാണ് ഷീലയെ. എന്തിനാ ഷീലാമ്മയ്ക്ക് അമ്മാളോട് ഇത്ര വിരോധം എന്ന് മീര അമ്മയോട് ചോദിച്ചു. അറിയില്ല കുട്ടി, എന്തേലുമൊക്കെ പറയട്ടെ, അല്ലാണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? മൗനം പൂണ്ടു നിൽക്കാം, വേറെ വഴിയൊന്നുമില്ലല്ലോ. അടുക്കളയിൽ നിന്നും മീൻ പൊരിച്ചതും ചിക്കൻ പെരട്ടും ഒക്കെ എടുത്തുകൊണ്ട് പോകുകയാണ് പ്രഭ. വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ വാഷ് ബേസിൻ്റെ അരികിലേക്കോടി. അയ്യോ, ഞാനത് മറന്നു. കുട്ടിക്ക് ഈ നോൺ വെജിൻ്റെ ഒന്നും മണം പിടിക്കില്ലായിരിക്കും അല്ലേ ശേഖരേട്ടാ? ഷോ, കഷ്ടമായല്ലോ. പ്രഭ അവളുടെ പിന്നാലെ നടന്ന് ചെല്ലുന്നതിനിടയിൽ എല്ലാവരെയും നോക്കി പറഞ്ഞു. നമ്പൂരിക്കുട്ടിയാണെങ്കിലും കുറേ വർഷങ്ങളായുള്ള ശീലമായതിനാൽ പ്രഭയ്ക്കിപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ്റെ മണമടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അമ്മാളുവിൻ്റെ കാര്യമായിരുന്നു കഷ്ടം. വിഷ്ണുവിൻ്റെ അരികിലായുള്ള കസേരയിൽ അവളെ പിടിച്ചിരുത്തിയത് ആരുമായിരുന്നു. മീനിൻ്റെയും ഇറച്ചിയുടെയും ഒക്കെ മണമടിച്ചപ്പോൾ അവൾക്ക് ഓക്കാനിക്കാൻ വന്നു. അത് വിഷ്ണുവിന് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. ആ, ഇവിടെ ഇതൊക്കെ പതിവാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവൾ എന്താണെന്ന് ചെയ്യട്ടെ, ജാനകി അമ്മ പറഞ്ഞു. അപ്പേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. നമ്മുടെ ഇല്ലത്ത് ഇതൊന്നും പതിവില്ലാത്തതായതുകൊണ്ട് എനിക്ക് ആ സ്മെല്ലടിച്ചപ്പോൾ തലയ്ക്കകത്തൊരു പെരുപ്പ് പോലെ. വായും മുഖവും കഴുകി തുടച്ചുകൊണ്ട് അമ്മാളു തൻ്റെ അരികിൽ നിന്ന് പ്രഭയെ നോക്കി പറഞ്ഞു. കുഴപ്പമില്ല കുട്ടി, ഞാനും ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ അതൊക്കെ ശീലമായി. വിഷ്ണുട്ടന് ഇതൊന്നും ഇല്ലാണ്ട് പറ്റില്ല. മോളെങ്കി വാ, അപ്പോൾ വേറെ ഭക്ഷണം വിളമ്പിത്തരാം. പ്രഭ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. അവിടെ ഇരുന്നാണ് അമ്മാളു അത്താഴം കഴിച്ചത്. കണ്ണിമാങ്ങ അച്ചാറും വറുത്തരച്ച കറിയും അച്ചിങ്ങ മെഴുക്കുപുരട്ടിയും പപ്പടവും ഒക്കെ കൂട്ടി അവൾ കുശാലായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു. അവൾക്ക് കൂട്ടായി ഒപ്പം തന്നെ പ്രഭയും മീരയും ഇരുന്നിരുന്നു. ജാനകിയും ശ്രീരാമയും ഒക്കെ തരം കിട്ടുമ്പോൾ ഓരോരോ കുത്തുവാക്കുകൾ പറയുന്നുണ്ട്. നാളെ കാലത്തെ തന്നെ എല്ലാവരും അവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ മടങ്ങുമെന്നും അതുകൊണ്ട് മോള് ഒന്നും കാര്യമാക്കണ്ട എന്നും പറഞ്ഞ് മീര അവളെ സമാധാനിപ്പിച്ചു. മറുപടിയായി അപ്പോളും അമ്മാളും ഒന്ന് ചിരിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ. വീതി കൂടിയ സ്വർണ്ണ കസവുള്ള സെറ്റുമുണ്ടും ചുവപ്പ് നിറമുള്ള ബ്ലൗസും ഒക്കെ ഉടുപ്പിച്ച് അവളെ ഒരു വലിയ കുട്ടിയൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രഭ റൂമിലേക്ക് പറഞ്ഞു വിട്ടത്. അവൾക്ക് പാല് കുടിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കി. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ചേർന്ന് കുറേയേറെ മുല്ലപ്പൂക്കൾ വാരി വിതറി മണിയറയും കട്ടിലുമൊക്കെ അലങ്കരിച്ചു വെച്ചു. മുറിയുടെ ഒരു കോണിലായി ജനൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ക്രീം നിറത്തിലുള്ളൊരു കുർത്തയും മുണ്ടും ഉടുത്ത് വിഷ്ണുദത്തൻ നിൽപ്പുണ്ടായിരുന്നു. എല്ലാം കൂടി കണ്ടതും അമ്മാളുവിനെ വെട്ടി വിയർത്തു. അവൾ അകത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ പുച്ഛഭാവത്തിൽ പെണ്ണിനെ അടിമുടി നോക്കി. നീ എന്താടി, വല്ല ഫാൻസി ഡ്രസ്സിനും പോവാണോ ഇങ്ങനെ കോലം കെട്ടി വന്ന് നിൽക്കുന്നത്? ഡോറടച്ച് കുറ്റിയിട്ട ശേഷം അവൻ മാളുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. അത് അപ്പയുടിപ്പിച്ചതാണ് വിഷ്ണുവേട്ടാ. നേരിതിൻ്റെ തുമ്പെടുത്ത് കശക്കിക്കൊണ്ട് നിൽക്കുകയാണ് പെണ്ണ്. അതിൽ പിടിച്ച് ഒറ്റ വലി വെച്ച് കൊടുത്ത ശേഷം വിഷ്ണുദത്തൻ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. ആ, തൻ്റെ തോളിൽ സേഫ്റ്റി പിൻ കൊണ്ടതുപോലെ തോന്നിയതും അവളുടെ മിഴികൾ നനഞ്ഞു. അവൻ്റെ ഊക്കോടുകൂടിയുള്ള പ്രവൃത്തിയിൽ അത് വിട്ടുപോയിരുന്നു. അമ്മാളുവിന് ചെറുതായി വേദനിച്ചു. പോയി ഈ നാടകവേഷമൊക്കെ മാറ്റി വന്ന് കിടക്കാൻ നോക്ക്. ഓരോരോ കോലം.
എഴുന്നേറ്റ് വരുന്നവളെ നോക്കി അവൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അമ്മാളു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി മറ്റൊരു ടോപ്പും മിടിയും എടുത്തിട്ടു. ആ സമയത്ത് റൂമിലെ പ്രകാശമൊക്കെ അണഞ്ഞു. തപ്പിത്തടഞ്ഞുകൊണ്ട് നടന്നു വരികയാണ് പാവം പെണ്ണ്. ബെഡിലേക്ക് ഒരു പ്രകാരത്തിൽ ഇരുന്നു. എത്തി വലിഞ്ഞു കിടക്കാൻ തുനിഞ്ഞതും വിഷ്ണു അവളെ പിടിച്ച് അവൻ്റെ ദേഹത്തേക്കിട്ടു. അമ്മേ! ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിൽ അമ്മാളു ഞെട്ടി നിലവിളിച്ചു. നീ ഇവിടെ കിടന്നാൽ മതി. ഇങ്ങനെ അവൻ പറഞ്ഞതും അവൾ കിടന്ന് കുതറി. വിഷ്ണു ഏട്ടാ, വീട്. നിന്നോട് പറഞ്ഞതെന്താ? ഇവിടെ കിടന്നുറങ്ങാനല്ലേ? ഇങ്ങനെ കിടന്നാൽ മതി. അവൻ അല്പം കൂടി അവളെ തന്നിലേക്ക് അടച്ചു പിടിച്ചു. പ്ലീസ്, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? അത് ചോദിച്ചതും അവൾ കരഞ്ഞു പോയിരുന്നു. പെട്ടെന്ന് അവൻ്റെ കൈയൊന്ന് അയഞ്ഞു. ആ തക്കം നോക്കി അമ്മാളു ഊർന്നിറങ്ങി. ഡി, ഇവിടെ നോക്കടി. ചുവരിലേക്ക് ചേർന്ന് ഒട്ടിക്കിടക്കുന്നവളെ നോക്കി അവൻ ഉച്ചത്തിൽ വിളിച്ചു. പെട്ടെന്ന് അമ്മാളു തിരിഞ്ഞു. ഇവിടെ എൻ്റെ റൂമിൽ കിടക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് വേണം കഴിയാൻ. കേട്ടല്ലോ പറഞ്ഞത്? അവൾ മൂളി. കാശും പണവും കണ്ടു കയറി വന്നതല്ലേ, അതുകൊണ്ട് എന്നിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ നിന്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരാനൊന്നും ഈ വിഷ്ണുവിനെ കിട്ടില്ല. എന്നെ ഒട്ട് വിളിക്കുകയും വേണ്ട. ഇരുട്ടിൽ അവൻ്റെ ശബ്ദം ആകെ മുഴങ്ങി. ഇന്നലെ വരെ എത്ര സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോയതായിരുന്നു താൻ തൻ്റെ ഇല്ലത്ത്. മേലെടുത്ത് തറവാടിൻ്റെ അത്രയും മഹിമയും പത്രാസും പണവും ഒന്നുമില്ലെങ്കിൽ പോലും തൻ്റെ വീട് തനിക്കെന്നും സ്വർഗമായിരുന്നു. ഈ നശിച്ച ജാതകദോഷം ഇത് കാരണമാണ് തൻ്റെ ജീവിതം ഇങ്ങനെ അധപ്പതിച്ചത്. വേറെ ഏതെങ്കിലും ഒരു ഇല്ലത്തെ പയ്യനെ കൊണ്ട് തൻ്റെ അച്ഛൻ തന്നെ വിവാഹം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. അച്ഛനും ഒരു വേള മോഹിച്ചു പോയി കാണും മകളെ രാജകൊട്ടാരത്തിലേക്ക് അയക്കുന്നതും ഈ കുടുംബത്തിലുള്ളവർ രാജകുമാരിയെപ്പോലെ കൊണ്ടു നടക്കുന്നതുമൊക്കെ. വന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ പിന്നിട്ടേ ഉള്ളൂ എങ്കിൽ പോലും എത്രമാത്രം കുത്തുവാക്കുകൾ താൻ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏറിയ പങ്കും വിഷ്ണുവേട്ടനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ പണം മോഹിച്ചാണ് കെട്ടിക്കയറി വന്നതെന്ന് വിഷ്ണുവേട്ടൻ തൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. വളർത്താൻ പറ്റിയില്ലെങ്കിൽ തൻ്റെ അച്ഛന് തന്നെ ഏതെങ്കിലും കായലിലോ കയത്തിലോ കൊണ്ടുപോയി കൊന്നു തള്ളുവാൻ പാടില്ലായിരുന്നു എന്നുവരെയാണ് ഏട്ടൻ പറഞ്ഞത്. അതൊക്കെ ഓർക്കും തോറും അവളുടെ നെഞ്ചി വിങ്ങിപ്പൊട്ടി. പഠിക്കണം, സ്വന്തമായി ഒരു ജോലി സമ്പാദിക്കണം, ഈ ഒരു ചിന്ത മാത്രമായിരുന്നു അമ്മാളുവിനുള്ളത്. അതിനുശേഷം തന്നെ മനസ്സിലാക്കുന്ന, തന്നെ ഏറെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരില്ലത്തെ പയ്യനെ കണ്ടുപിടിച്ച് തൻ്റെ അച്ഛൻ ആ കൈകളിൽ ഏൽപ്പിക്കുന്നതും സ്വപ്നം കണ്ട് നടന്ന കൗമാരക്കാരിയാണ് താൻ. പ്രഭയപ്പച്ചിയെ ഓർത്തു മാത്രമാണ് അച്ഛൻ ഈ വിവാഹം നടത്തിയത്. അപ്പച്ചിയും വിഷ്ണുവേട്ടൻ്റെ അച്ഛനും മൂത്ത സഹോദരനുമൊക്കെ ഇല്ലത്ത് വന്ന് സംസാരിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ആളുകളാണെന്നും സംസ്കാരമുള്ളവരാണെന്നും ഒക്കെ പറഞ്ഞ് അമ്മ അവരെ എല്ലാവരെയും വാനോളം പുകഴ്ത്തി. സംഗതിയൊക്കെ സത്യമായിരുന്നു. അവരൊക്കെ നല്ല ആളുകളാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി തൻ്റെ അച്ഛനും അമ്മയും താനും മനസ്സിലാക്കേണ്ടിയിരുന്നത് വിഷ്ണുദത്തനെയായിരുന്നു. ആളൊരു കോളേജ് അധ്യാപകനാണെന്നും അതിൻ്റെ തിരക്കുകൾ കാരണമാണ് ഇല്ലത്ത് വരാത്തതെന്നും ഒക്കെയായിരുന്നു തൻ്റെ അറിവ്. പക്ഷേ അതെല്ലാം വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ഏട്ടന് ഇല്ലത്തെ എല്ലാവരോടും തീർത്താൽ തീരാത്ത പകയും വെറുപ്പുമാണ്. പ്രഭയപ്പച്ചി അന്ന് വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ്റെ ഒപ്പം ഒളിച്ചോടിപ്പോയതിനാൽ ഇല്ലത്തു നിന്നും ഇറക്കി വിട്ടു. പിന്നീട് ആരും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അതൊക്കെ അന്നത്തെ കാലത്തെ അവരുടെയൊക്കെ ചിന്താഗതികൾ ആയിരിക്കാം. അതിനിപ്പോൾ ഈ ഞാനെന്ത് പിഴച്ചു? അമ്മാളു നേർത്ത തേങ്ങലോടുകൂടി അങ്ങനെ കിടന്നു. എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും അവൾക്ക് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാലത്തെ ഉണരാനും വൈകി. മിഴികളിൽ സൂര്യ തേജസ് വന്നു തുടങ്ങിയതും അമ്മാളു കണ്ണു തുറന്നു. ഈശ്വരാ, നേരം പോയോ? അവൾ ക്ലോക്കിലേക്ക് നോക്കി. 6:45. എൻ്റെ കൃഷ്ണ, വൈകിയല്ലോ. അവൾ ചാടി പിരണ്ട് എഴുന്നേറ്റു. വിഷ്ണു അവിടെ ഒരിടത്തുമില്ലായിരുന്നു. അമ്മാളു വേഗം വാഷ്റൂമിൽ കയറി പല്ലുതേപ്പും കുളിയുമൊക്കെ നിർവഹിച്ച് പെട്ടെന്ന് ഇറങ്ങി വന്നു. കുറച്ച് സിന്ദൂരമെടുത്ത് നെറുകയിലിട്ടു. ഇരു ചെവികളുടെയും പിന്നിൽ നിന്നും കുറച്ച് മുടിയെടുത്ത് കുളിപ്പിന്നൽ പിന്നിയിട്ടുകൊണ്ട് മുറി തുറന്ന് താഴേക്കിറങ്ങി. അവിടെയപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾ സഹിതം എഴുന്നേറ്റ് വട്ടം കൂടിയിരിക്കുന്നു. ആ, നേരം വെളുത്തേ ഉള്ളൂ അല്ലേ? ശീലമൊക്കെ കൊള്ളാം. കുടുംബത്തിരുത്താൻ പറ്റിയ ആള് തന്നെ. ജാനകിയപ്പച്ചി വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരിയാണ്. കള്ളികളുടെ ലക്ഷണമാണ് ഇങ്ങനെ മുഖത്ത് നോക്കാതെ കുനിങ്ങി നടക്കുന്നത്. ഇതൊക്കെ ആര് പഠിപ്പിച്ചു വിട്ടതാ? അടുത്തത് ഷീലയുടെ ഊഴം. പെട്ടെന്ന് തന്നെ അമ്മാള് മുഖമുയർത്തി.
സോറി, ഞാൻ ഉറങ്ങിപ്പോയി. ഇനി ആവർത്തിക്കില്ല. ഒരു പ്രകാരത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. ഓ ആയിക്കോട്ടെ. അങ്ങനെ ആയാൽ കൊള്ളാം. ഇരുവരും ഓരോ ബാഗുകളിലായി എന്തൊക്കെയോ കുത്തി നിറച്ചുകൊണ്ട് ഉമ്മറത്തേക്കിറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ പോരെ? ഇത്രയും കാലത്ത് എന്നിട്ട് എന്തോ ചെയ്യാനാ? അച്ഛൻ ചോദിച്ചു. ഗുരുവായൂർ ഒന്ന് കയറണം. ഇവിടെ വരെ വന്നതല്ലേ, എന്നിട്ട് നാളെ കാലത്തെ അവിടുന്ന് മടങ്ങാനാണ്, ഷീല പറഞ്ഞു. റൂമൊക്കെ ബുക്ക് ചെയ്തോ? ആ, ഇന്നലെ രാത്രിയിലാണ് തീരുമാനിച്ചത്. പിന്നെ സരോവരത്തിൽ വിളിച്ചു പറഞ്ഞു, 2 എണ്ണം കിട്ടി. അയാളൊന്ന് മൂളി. ഇനി എന്നാണ് എല്ലാവരും കൂടി ഇവിടേക്ക്? ധനുമാസത്തിൽ വരാം, കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന്, ജാനകി പറഞ്ഞു. ഇന്ന് തുലാ 7 പെട്ടെന്ന് ദിവസം അങ്ങോട്ട് പോവും. പ്രഭയപ്പ അവരുടെ അടുത്തേക്ക് വന്നു. വിഷ്ണുട്ടൻ എവിടെ? കാലത്തെ കണ്ടില്ലല്ലോ പ്രഭേ. അമ്പലത്തിൽ പോയതാ ഷീലാമേ. രാധുവും കൂടെ പോയതാ തൊഴാൻ വേണ്ടി. ഇപ്പോൾ എത്തും. ആ, അവനോട് പറഞ്ഞേക്ക് കേട്ടോ. ഇടയ്ക്ക് എറണാകുളത്തോട്ട് ഇറങ്ങാൻ പറ അവനോട്. ഞങ്ങൾ പോവാ. ഇരുവരും അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം വൈകാതെ യാത്ര പറഞ്ഞിറങ്ങി. ഹോ, കുട്ടിപ്പിശാചുക്കളെല്ലാം പോയി. എൻ്റെ ഭഗവാനെ, എന്തൊരു കഷ്ടമാണെന്നാ. അച്ചച്ചൻ്റെ സഹോദരിമാർ തന്നെയാണ് വിറ്റോളൊക്കെ. ആരവും മിച്ചും തലയിൽ കൈവച്ചിരുന്നു.